എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കണ്ണൂർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റികളുടെ തേർഡ് ആൻഡ് ഫിഫ്ത്ത് സെമസ്റ്റർ എക്സാം റിസൾട്ട് എന്ന് പ്രസിദ്ധീകരിക്കും, എന്നായിരിക്കും റിസൾട്ട് ഉണ്ടാകുക, അതിൻ്റെ വാല്യുവേഷൻ സംബന്ധമായ അറിയിപ്പുകൾ എന്നിവയുള്ള കാര്യങ്ങളൊക്കെയാണ് വിദ്യാർത്ഥികൾ ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് പോകാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ഈ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. കണ്ണൂർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റികളുടെ തേർഡ് ആൻഡ് ഫിഫ്ത്ത് സെമസ്റ്റർ എക്സാം ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്നത് ഇനി എക്സാം കഴിഞ്ഞു, അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയായിരിക്കും, വാല്യുവേഷൻ ലിബറൽ ആയിട്ടാണോ അതോ സ്ട്രിക്റ്റ് വാല്യുവേഷൻ ആണോ നടക്കുക എന്നൊക്കെയാണ് കൂടുതലായിട്ടും വിദ്യാർത്ഥികൾ ചോദിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കാര്യം എടുക്കുമ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ തേർഡ് സെമസ്റ്ററും ഫിഫ്ത്ത് സെമസ്റ്ററും ഒരു സെൻട്രലൈസ്ഡ് വാല്യുവേഷൻ പ്രോസസ് രീതിയിലാണ് നടക്കുക. അതായത് യൂണിവേഴ്സിറ്റി തലത്തിലേക്കാണ് വാല്യുവേഷൻ പോകുന്നത്. യൂണിവേഴ്സിറ്റി തലത്തിലാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ തേർഡ് സെമസ്റ്റർ എക്സാമിൻ്റെ വാല്യുവേഷനും ഫിഫ്ത്ത് സെമസ്റ്റർ എക്സാമിൻ്റെ വാല്യുവേഷനും യൂണിവേഴ്സിറ്റി തലത്തിലേക്കാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വാല്യുവേഷൻ ലിബറൽ ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ തേർഡ് സെമസ്റ്റർ എക്സാമിൻ്റെ വാല്യുവേഷനും ഫിഫ്ത്ത് സെമസ്റ്റർ എക്സാമിൻ്റെ വാല്യുവേഷനും സെൻട്രലൈസ്ഡ് വാല്യുവേഷനാണ്. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ തേർഡ് സെമസ്റ്റർ എക്സാം വാല്യുവേഷനും ഫിഫ്ത്ത് സെമസ്റ്റർ എക്സാം വാല്യുവേഷനും സെൻട്രലൈസ്ഡ് വാല്യുവേഷൻ ആയതുകൊണ്ട് തന്നെ അത് ലിബറൽ ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. റിസൾട്ട് വിദ്യാർത്ഥികൾക്ക് ഒരു ജനുവരി ഓർ ഫെബ്രുവരിയോട് കൂടി തന്നെ വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളത് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കേണ്ടതാണ്. അത് അടുത്ത് നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുമ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഓഡ് സെമസ്റ്റർ എക്സാമുകളാണ് 1, 3, 5 സെമസ്റ്ററുകൾ പരീക്ഷകൾ. ഈ 1, 3, 5 സെമസ്റ്റർ, ഒന്നാം സെമസ്റ്ററിൻ്റെ കാര്യം നമ്മൾ മുന്നത്തെ വീഡിയോ ചെയ്തു, അതുകൊണ്ട് തന്നെ നമ്മൾ മൂന്നാം സെമസ്റ്ററിൻ്റെ 5ാം സെമസ്റ്ററിൻ്റെ കാര്യം എടുക്കുമ്പോൾ ഈ 2 സെമസ്റ്റർ പരീക്ഷകളുടെ വാല്യുവേഷൻ സെൻട്രലൈസ്ഡ് വാല്യുവേഷൻ അല്ല. യൂണിവേഴ്സിറ്റി തലത്തിലല്ല വിദ്യാർത്ഥികളുടെ പേപ്പർ അധ്യാപകർ നോക്കുന്നത്. പകരം നിങ്ങളുടെ കോളേജുകളിലെ അധ്യാപകർ തന്നെയാണ് നിങ്ങളുടെ പേപ്പർ വാല്യുവേഷൻ ചെയ്യുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ തേർഡ് സെമസ്റ്റർ വാല്യുവേഷനും ഫിഫ്ത്ത് സെമസ്റ്റർ വാല്യുവേഷനും ഒരു സെൻട്രലൈസ്ഡ് വാല്യുവേഷൻ പ്രോസസ്സ് എന്ന രീതിയിലേക്കല്ല നടക്കുക. പകരം നിങ്ങളുടെ കോളേജിലെ അധ്യാപകർ തന്നെയാണ് പേപ്പർ നോക്കുക. അതുകൊണ്ട് തന്നെ വാല്യുവേഷൻ ലിബറൽ ആയിരിക്കാനുള്ള സാധ്യതയും കൂടുതൽ തന്നെയാണ്. വാല്യുവേഷൻ ലിബറൽ ആയിരിക്കും, അല്ലാതെ സ്ട്രിക്റ്റ് വാല്യുവേഷൻ ഒന്നും പൊതുവായ രീതിയിൽ യൂണിവേഴ്സിറ്റികൾ ഉപയോഗിക്കാറില്ല. അതായത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട് പിന്നെ 1, 2 മാർക്കൊക്കെ കുറവുണ്ടെങ്കിൽ പിന്നെ ഇട്ട് തരുമോ എന്നുള്ളത്. അതിനായി എനിക്ക് നിങ്ങളോട് സജസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഉത്തരം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ എല്ലാ ചോദ്യത്തിനും നിങ്ങൾക്ക് എത്രത്തോളം ചോദ്യം ഉത്തരം ആൻസർ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചോദ്യത്തിന് ആൻസർ ചെയ്യാൻ ശ്രദ്ധിക്കുക എന്ന് തന്നെയാണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് പറയാൻ നമുക്കുള്ളത്. അതായത് നിങ്ങൾക്ക് എത്ര എണ്ണത്തിന് ഉത്തരം എഴുതാൻ പറ്റുമോ അത്ര എണ്ണത്തിന് മാക്സിമം നിങ്ങൾ ഉത്തരം എഴുതണം. അതിന് കാരണമായിട്ട് നമ്മൾ പറയുന്നത് ഒരിക്കലും ഒരധ്യാപകന് വെള്ള പേപ്പറിൽ മാർക്കിടാൻ പറ്റുകയില്ല. അത് വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക. ഒരിക്കലും ഒരു പരീക്ഷാ പേപ്പർ നോക്കുന്ന അധ്യാപകന് വെള്ള പേപ്പറിൽ കയറി 1 മാർക്ക് 2 മാർക്ക് നേടാൻ പറ്റിയല്ല. പകരം എന്ത് ചെയ്യണം, അവിടെ എന്ത് ചെയ്യണം, നിങ്ങൾ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടാവണം. എന്നാൽ മാത്രമാണ് ആ പേപ്പർ നോക്കുന്ന അധ്യാപകന് നിങ്ങളുടെ പേപ്പറിൽ ഏതെങ്കിലും തരത്തിലുള്ള മാർക്ക് വിവരങ്ങൾ അപ്ലോഡ് ചെയ്യാൻ മാർക്കിടാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ സമയം മാനേജ് ചെയ്ത്, നിങ്ങൾക്ക് അഥവാ ആ ഉത്തരത്തിൽ 1 പോയിന്റ് പോലും അറിയത്തില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും 1 പോയിന്റ് അറിയത്തുള്ളൂ, ബാക്കി എനിക്ക് അറിയത്തില്ല എന്ന് എഴുതി ആ ഉത്തരം വിട്ടുപോകുന്നതിലും പകരം നിങ്ങൾക്ക് അറിയാവുന്ന ഒരു സെൻറ്റൻസ് അവിടെ എഴുതി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്കൊരു 1/2 മാർക്കോ 1 മാർക്കോ ഒക്കെ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് 2 മാർക്കോ 1 മാർക്കോ ഒക്കെയാണ് കുറവുള്ളതെങ്കിൽ ചിലപ്പം ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ 4 സ്ഥലത്ത് 1/2 മാർക്ക് വീതം ഇട്ട് കഴിഞ്ഞാൽ എത്ര മാർക്കായി? 2 മാർക്കായി കഴിഞ്ഞു. അത് വിദ്യാർത്ഥി മനസ്സിലാക്കുക. അതായത് ഇതിപ്പോൾ എൻ്റെ സെൻറ്റൻസ് എഴുതി 1/2 മാർക്കേ കിട്ടുള്ളൂ, അതുകൊണ്ട് കാര്യമില്ലെന്ന് കരുതി നിങ്ങളത് അറ്റൻഡ് ചെയ്യാതിരിക്കുകയല്ല വേണ്ടത്, അറ്റൻഡ് ചെയ്യണം. 1 പോയിൻ്റ് നിങ്ങൾക്ക് 1 പോയിന്റ് അല്ലെങ്കിൽ ഒരു സെൻറ്റൻസേ നിങ്ങൾക്ക് അറിയത്തുള്ളെങ്കിൽ ആ സെൻറ്റൻസ് നിങ്ങൾ എഴുതി വെക്കണം.
അത്രയാണ് എനിക്ക് നമുക്കത് പറയാനുള്ളത്. അത് കണ്ണൂർ യൂണിവേഴ്സിറ്റി ആയാലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആയാലും നമുക്ക് കോമൺ ആയിട്ട് പറയാൻ പറ്റിയ കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണത്. ഒരിക്കലും വെള്ള പേപ്പറിൽ അധ്യാപകന് മാർക്ക് ഇടാൻ പറ്റുകയില്ല. അപ്പം നിങ്ങളൊരു കാര്യം ഓർക്കേണ്ടത് 4 സ്ഥലത്ത് അര മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ 2 മാർക്ക്. ഇപ്പം നിങ്ങൾക്ക് ജയിക്കാൻ വേണ്ടത് എത്രയാണ്, ഏതാണ്ട് 16 മാർക്ക് എങ്ങാണ്ടാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കണക്കിന് ജയിക്കാൻ വേണ്ടത്. 40% മാർക്കാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഞാൻ കൃത്യമായിട്ട് നോക്കിയിട്ടില്ല, ഏതാണ്ട് അത്രയെങ്ങാണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് നിങ്ങൾ വിദ്യാർത്ഥികൾ കൃത്യമായി നോക്കി ചെയ്തു കൊടുക്കുക. ഏതാണ്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ എന്ത് കാര്യം എടുക്കുകയാണെങ്കിൽ 40% ആണ് മാർക്ക് വേണ്ടത്. 40 മാർക്കിന്റെ പരീക്ഷയിൽ 16 മാർക്കാണ് വിദ്യാർത്ഥി സ്കോർ ചെയ്യേണ്ടത്, അത് എഴുതിയെടുക്കേണ്ടത്. അങ്ങനെ എടുക്കുന്ന പക്ഷമാണ് ആ വിദ്യാർത്ഥി സെം എക്സാമിൽ പാസ്സാകുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പം ആ 16 മാർക്കിൽ നിങ്ങൾക്കൊരു 14 മാർക്കാണ് കിട്ടിയതെങ്കിൽ 4 സ്ഥലത്ത് അര മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ 2 മാർക്ക് ആകും. അത് വിദ്യാർത്ഥി മനസ്സിലാക്കുക. 4 സ്ഥലത്ത് 2 മാർക്ക്, 4 സ്ഥലത്ത് അര മാർക്ക് വീതം ഇട്ട് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് 2 മാർക്ക് അവിടെ ഷുവറാണ്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ ജയിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അല്ലാതെ വാല്യുവേഷൻ ലിബറലാന്ന് വെച്ച് നമുക്കിപ്പോൾ വെറുതെ ഒരിക്കലും ഒരു അധ്യാപകന് മാർക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുകയില്ല. വാല്യുവേഷൻ ലിബറലാന്ന് പറഞ്ഞ് എഴുതാത്തതിന് നമുക്കിപ്പോൾ വെറുതെ ഒരിക്കലും മാർക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ആദ്യം പറഞ്ഞ വെള്ള പേപ്പറിൽ ഒരിക്കലും ഒരു അധ്യാപകന് മാർക്ക് ഇട്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ വാല്യുവേഷൻ എന്തായാലും ലിബറൽ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ കാര്യമായുള്ള രീതിയിൽ പേടിക്കുകയൊന്നും വേണ്ട. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 3rd ആൻഡ് 5th സെമസ്റ്റർ എക്സാം റിസൾട്ട് എന്തായാലും വിദ്യാർത്ഥികൾക്ക് ജനുവരിയോ ഫെബ്രുവരിയോട് കൂടി പ്രതീക്ഷിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മൈ നെയിം ഈസ് കറിയ, ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോർ ദ കരിയർ ഗൈഡ്, ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.